കാശ്മീരിലെ ആശയവിനിമയ സംവിധാനങ്ങളുടെ നിരോധനത്തിൽ 9 ദിവസം ചിലവഴിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് റോയിട്ടേഴ്സ് പ്രതിനിധി സേബ സിദ്ദിഖി. കർഫ്യൂവിന്റെ മറവിൽ കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്നാണ് സേബ പറയുന്നത്. കാശ്മീർ ശാന്തമാണ് എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലാണ് സേബ നടത്തിയിരിക്കുന്നത്. മുംബൈ സ്വദേശിനിയായ സേബ ആദ്യഘട്ടങ്ങളിൽ ഹിന്ദുസ്ഥാൻ ടൈംസിൽ പ്രവർത്തിച്ചിരുന്നു. നിലവിൽ റോയിട്ടേഴ്സ് ഇന്ത്യയുടെ പ്രതിനിധിയാണ് സേബ. കാശ്മീരിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് റോയിട്ടേഴ്സ് തയ്യാറാക്കിയ പരമ്പരകൾ ഉദ്ധരിച്ചുകൊണ്ട് സേബ നേരിൽ കണ്ട കാര്യങ്ങളാണ് ട്വിറ്ററിൽ പങ്കുവച്ചത്. ആ ട്വീറ്റുകളിൽ ചിലത് ഇവയാണ്. ലോകം ഞങ്ങളെ കൂടി കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തോക്കെടുക്കുകയാണോ വേണ്ടതെന്ന് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചതായാണ് സേബയുടെ ട്വീറ്റ്. മാത്രവുമല്ല, സൗറയിലെ താമസക്കാർ ഈ പ്രദേശത്തിന്റെ പ്രവേശന ഭാഗങ്ങളിൽ കാവൽ നിൽക്കുകയാണ് എന്നും സുരക്ഷാ സൈനികരെ അടുപ്പിക്കാതിരിക്കാൻ താൽക്കാലിക ബാരിക്കേഡുകളും അവർ നിർമ്മിച്ചിട്ടുമുണ്ടത്രേ. 10,000-ലേറെ ആളുകൾ സൗറയിൽ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭവുമായി ഒത്തുകൂടിയതായിട്ടുള്ള റിപ്പോർട്ടുകളും സേബ പങ്കുവയ്ക്കുന്നു. വെള്ളിയാഴ്ച പ്രക്ഷോഭങ്ങൾക്കിടെ ഒരു വൃദ്ധയായ സ്ത്രീ ആകാശത്തേക്ക് നോക്കി ഇന്ത്യൻ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചയ്ക്കും സേബ സാക്ഷിയായി. കൗമാരിക്കാരികൾ കൈകളിൽ മൈലാഞ്ചി കൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് എഴുതിയതിന്റെ ചിത്രവും സേബ പങ്കുവയ്ക്കുന്നുണ്ട്. കല്ലേറിനുള്ള മറുപടിയായി രാത്രിയിൽ സൈനികർ വന്ന് വീടുകളുടെ ജനലുകൾ കല്ലുകൊണ്ട് തകർത്തതായി പ്രദേശവാസികൾ പറയുന്നതായും സേബ പറയുന്നു. പെരുന്നാൾ ദിനത്തിൽ ശ്രീനഗറിലെ ജനങ്ങൾ പരമ്പരാഗതമായി കൂടാറുള്ള ഈദ്ഗാഹും ജാമിയ മസ്ജിദും അടഞ്ഞുകിടന്നു എന്ന വിവരവും സേബ നൽകുന്നുണ്ട്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ശ്രീനഗറിലെ ഷേർ എ കാശ്മീർ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ 500-ൽ കുറവ് ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. വേദനിപ്പിക്കുന്ന കാഴ്ചയും സേബ പങ്കുവയ്ക്കുന്നുണ്ട്. 70-കാരനായ ഗുലാം അഹമ്മദ് അടച്ചിട്ട കടയ്ക്ക് മുന്നിലിരുന്ന് പറഞ്ഞത്രേ 10 ദിവസമായി ജോലിയില്ല എന്നും തന്റെ കൈവശം മരുന്ന് വാങ്ങാൻ പോലും കാശില്ല എന്നും. സൗറയിൽ മാത്രം ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അറസ്റ്റ് ഭയന്ന പലരും ആശുപത്രികളിൽ പോകാത്ത അവസ്ഥയാണ് കാശ്മീരിൽ നിലവിലുള്ളത്. ശരീരത്തിൽ 1-ലധികം പെല്ലറ്റുകൾ കൊണ്ട് മുറിവേറ്റ 3 പേർ ഒരു വീടിന്റെ 2ാം നിലയിൽ അഭയം പ്രാപിച്ചത് കണ്ടെന്നും ഇത്തരം മുറിവുകൾ എങ്ങനെ പരിചരിക്കണം എന്നറിയാത്ത ഒരു യുവ ഫിസിയോതെറാപ്പിസ്റ്റ് അത് പുറത്തെടുക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടെന്നും ചിത്രങ്ങൾ സഹിതം സേബ പങ്കുവച്ചു. ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരിസിംഗ് ആശുപത്രിയിൽ കുർത്തയിൽ രക്തക്കറ കണ്ട് കാര്യം അന്വേഷിച്ചപ്പോൾ റസൂലിനെ 20 തവണയെങ്കിലും പെല്ലറ്റുകൾ കൊണ്ട് ആക്രമിച്ചു എന്നാണ് മകൻ പറഞ്ഞത് എന്നും സേബ ട്വിറ്ററിൽ കുറിച്ചു. ആക്രമിക്കപ്പെടുകയും തെറിവിളിക്കപ്പെടുകയും ചെയ്തതിനെ പറ്റി സ്ത്രീകളും പരാതി പറയുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനൽ ചില്ലകൾ തകർത്ത് വീടിനകത്ത് അതിക്രമിച്ചു കടന്നപ്പോൾ അവരുടെ 3 മാസം പ്രായമായ കുട്ടി ജനലരികിലിരുന്ന് ഉറങ്ങുകയായിരുന്നു അത്രേ. ഭർത്താവിനെ മർദ്ദിച്ച് ഉദ്യോഗസ്ഥർ അയാളെയും കൊണ്ടുപോയെന്നാണ് വേദനിപ്പിക്കുന്ന അനുഭവം ചില അമ്മമാർ പങ്കുവച്ചത്. തെരുവിന്റെ ഭാഗത്ത് ഒരു വൃദ്ധനിരുന്ന് പറഞ്ഞ വാക്ക് ആരുടെയും മനസ്സിനെ പിടിച്ചുകുലുക്കുന്നതാണ്. ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ എന്റെ മൃതദേഹം ആര് മറവു ചെയ്യുമെന്ന സങ്കടമാണ് ആ വൃദ്ധൻ ആരോടൊന്നില്ലാതെ പങ്കുവച്ചത്. ഇത്രയധികം കാര്യങ്ങൾ കാശ്മീരിൽ നടക്കുമ്പോൾ കേന്ദ്ര നേതൃത്വവും ചില മാധ്യമങ്ങളും പറയുന്നു കാശ്മീർ ശാന്തമാണ് എന്ന്. സത്യാവസ്ഥ ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.